ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പായസം വയ്ക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ അതിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ സേമിയോ വറുത്തുകൊണ്ടിരിക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ പായസം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പാത്രത്തിൽ കിടന്ന പായസമാട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ സെർവ് ചെയ്തതും ഞാനൊന്ന് ഷോർട്ട് ഇട്ടതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണത്. പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ കഴുകി വെച്ചേക്കണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മട്ടൻ്റെ ബിരിയാണി വെക്കാനാണെങ്കിൽ ഒരു വലിയ 4 സവാള ആട്ടോ ബിരിയാണി അതിൻ്റെ കണക്ക്. വലിയ സവാളയാണെങ്കിൽ 4 എണ്ണം മതി. അതിൽ 1 സവാള നമുക്ക് ഫ്രൈ ചെയ്യാൻ മാറ്റി വയ്ക്കണം. 3 സവാള നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 15 പച്ചമുളകും ഒരു 10-20 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ച് വെച്ചാൽ മതി. അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ച് വയ്ക്കുക. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ച് വയ്ക്കുക. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 പോട്ട് ഞാൻ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ മസാല ഉണ്ടാക്കാനും ഒന്നിൽ ചോറ് വയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനെടുത്തത് ചെറിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളവിടെ കുറച്ച് സവാള എണ്ണം കൂടുതൽ കണ്ടത്. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 5-6 എടുക്കാം, വലുതാണെങ്കിൽ 4 എണ്ണം മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് 2 സവാളയാണ് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി സവാള മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിട്ടില്ലേ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത് ഒരുപാട് അങ്ങോട്ട് വഴറ്റി സമയമൊന്നും കളയണ്ട. ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സവാള ഇട്ടിട്ടൊന്ന് വാടുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടാൻ നിൽക്കേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിനി മട്ടണും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നമുക്ക് കിട്ടും. പിന്നെ ഇതിലിട്ട് വാട്ടി അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കേണ്ട. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല പൊടി കേട്ടോ. ഇനി ഇതിൽ വേറെ പൊടികളൊന്നും വേണ്ട, കുരുമുളക് പൊടിയും ഗരം മസാലയും തന്നെ മതി. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലേക്കാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് പുതിനയില മാത്രമായിട്ടോ കിട്ടിയിട്ടുള്ളൂ, മല്ലിയില കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മോനെ കടയിൽ വിട്ടേക്കാണ് മല്ലിയില വാങ്ങാനായിട്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് മട്ടൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് മാറ്റാണ്. എന്നിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേനും മട്ടൺ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പോട്ട് ഇങ്ങനെ തന്നെ മൂടി വെച്ചേക്കാണ്. നമുക്ക് ആ കുക്കറിൽ മസാല വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. കുക്കർ വിസിലടിച്ച് അതും റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ചൂടാറട്ടെ. അപ്പോഴത്തേനും ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള സവാള കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അതും വേറൊരു പോട്ടിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് അരി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ വയനാടൻ കൈമ അല്ലെങ്കിൽ ജീരകശാലയുടെ ചെറിയ അരികൾ അല്ലേ, അത് വേണം കേട്ടോ എടുക്കാൻ. അപ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി കിട്ടണത്. എന്നിട്ട് അത് കഴുകി വെച്ചിട്ടുണ്ട് അരി. പിന്നെ ഈ സവാള ഫ്രൈ ചെയ്തപ്പോൾ അതും മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതേ സവാള ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ എല്ലാ മസാലകളും പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് കുറേശ്ശെ വീതം ഒരു 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക, അങ്ങനെ ഒരു കഷ്ണം പട്ട, അങ്ങനത്തെ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ചോറ് വേവാനുള്ള വെള്ളം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണമെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, ആ അളവിനാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം തിളയ്ക്കണവരെ മൂടി വയ്ക്കാം. അപ്പോൾ ഈ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു നല്ല ബിരിയാണി കഴിക്കണം എന്ന് തോന്നൂലേ, ആ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ആട്ടോ ഇത്. നല്ല സൂപ്പർ ബിരിയാണിയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഉണ്ടാക്കാൻ. നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്ത് ഈ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയം പോകുന്നുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ നമുക്ക് കുഞ്ഞൊരു വേവ് ബാക്കിയുണ്ട്.
അത്ര രീതി എത്തിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേക്കാണ്. ഇനി അത് നമുക്ക് ദമ്മാക്കുമ്പോൾ ചെറിയൊരു വേവും കൂടി ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ പിടിക്കുമ്പോൾ വെന്തോന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട്, എന്നാൽ ഒരു കുഞ്ഞു വേവും കൂടി ഉണ്ട്. ആ രീതിക്കാട്ടോ ഇപ്പോൾ ഞാൻ ചോറിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുക്കറിലിരുന്ന മസാല ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ മോൻ മല്ലിയില വാങ്ങാൻ പോയിട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ എല്ലാ കടകളിലും കയറി, ഒറ്റ കടയിൽ നിന്ന് എനിക്ക് മല്ലിയില കിട്ടിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ബിരിയാണി വയ്ക്കുമ്പോൾ നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കണം, മല്ലിയില കിട്ടിയില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ഞാനപ്പോൾ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില ഉണ്ടായല്ലോ, അത് മതി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ബിരിയാണി വയ്ക്കുമ്പോൾ മല്ലിയില എന്തോരം വേണമെങ്കിലും ഇട്ട് കൊടുത്തോട്ടോ. ഇപ്പം ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീര് ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര്, പുളിയില്ലാത്ത തൈര്, അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയിലേക്ക് മിക്സ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ പുതിനയില അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് മല്ലിയിലയൊക്കെ എത്രയും ചേർത്ത് അത്രയും ടേസ്റ്റാട്ടോ. ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ മല്ലിയിലയാണ്. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കണം. എന്നിട്ടിപ്പോൾ അത് നന്നായിട്ട് മസാലയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചോറ് ദമ്മിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി കലക്കണയാണ്. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മസാലയിൽ നിന്ന് പകുതി മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോറ് പകുതി നമുക്ക് ഈ മസാലയുടെ മുകളിലേക്ക്, അപ്പോൾ ഈ മസാല ഉണ്ടോ കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് ഞാനത്, മുഴുവൻ ഗ്രേവിയും വറ്റാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചൊരു ചാറോട് കൂടി തന്നെയാണ് ആ മസാല ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോറും കൂടി ഇട്ടിട്ട് ദമ്മാക്കുമ്പോൾ നമുക്ക് അടി പിടിക്കുമോ എന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെൻഷനേ വേണ്ട, അടിയിൽ പിടിക്കില്ല. എന്നിട്ട് ഞാൻ ആ ചോറിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടിട്ട് ഈ നമ്മൾ പാലിൽ മഞ്ഞൾ കലക്കിയില്ലേ, അത് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ മൊത്തമായിട്ട് എല്ലായിടത്തും കളർ കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒഴിക്കണത്, അവിടെ ഇവിടേക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ഒന്ന് തൂവി കൊടുത്തത്. ഒരുപാടൊന്നുമല്ല, നമ്മുടെ 2 വിരൽ കൊണ്ട് എടുത്തിട്ട് കിട്ടണ അത്ര ഒന്ന് തൂവി കൊടുത്തു. പിന്നെ ആ ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് മുകളിലിട്ടിട്ട് ബാക്കി ഞാൻ എടുത്ത് വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, അതും ചാറോടുകൂടി തന്നെയുള്ള മസാലയാണ്, അത് ആ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ടു. വീണ്ടും അടുത്ത ലെയർ ചോറിട്ടു, മഞ്ഞളും പാലും കലക്കി ഇതൊഴിച്ചു, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ദം ചെയ്യണം. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് നന്നായിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഈ പോട്ടിൻ്റെ മുകളിലേക്ക് അതങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് മൂടി വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ദമ്മായി കിട്ടും. ഇപ്പോൾ എൻ്റെ ഈ പോട്ട് നല്ല കട്ടിയുള്ള, അടിക്കും നല്ല കട്ടിയുണ്ട്, മൂടിക്കും നല്ല കട്ടിയുണ്ട്, ടൈറ്റായിട്ട് അടഞ്ഞും കിട്ടും, അങ്ങനത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ദം ചെയ്തെടുത്തു. കണ്ടപ്പോൾ ദമ്മ് ഞാൻ തുറന്നതാട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. 10-15 മിനിറ്റ് മതി. അത് കണ്ടോ. ഇപ്പോൾ ഞാൻ എന്താ ബിരിയാണി സെർവ് ചെയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളായിട്ട് എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഈ മട്ടൺ ബിരിയാണി. ഇന്നലെ നമുക്ക് പെരുന്നാളായിരുന്നല്ലോ. പിന്നെ ഇനി അതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയത് സവാളയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കട്ട തൈര് ഒഴിച്ചിട്ട് ഉള്ള റൈത്ത എന്ന് പറയും, നമ്മളിവിടെ കച്ചമ്പർ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ട തൈര് വെച്ചിട്ട് കച്ചമ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ അതിന്. പിന്നെ ഇതിന് പുളി കുറവായ തൈര് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പുളിയുള്ള തൈര് കുറച്ച് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കാണ്. പിന്നെ പപ്പടം വറുത്തെടുത്തിട്ടുണ്ടായി. പിന്നെ ഇതൊക്കെ നമ്മുടെ സൈഡ് ഡിഷുകളാണ് കേട്ടോ. പിന്നെ അച്ചാറുണ്ടായി, പുളിങ്കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ. പക്ഷേ പുളിങ്കറി ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല, ഞാൻ ഉണ്ടാക്കിയില്ല. അച്ചാറും പപ്പടമൊക്കെ എടുത്തു വെച്ചു, കച്ചമ്പറൊക്കെ റെഡിയാക്കി. ഇനി ഞാനിത് കഴിക്കാൻ നേരത്ത് ഞാൻ വാഴയിലയിലാട്ടോ കഴിച്ചത്. എനിക്ക് വാഴയിലയിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി ഒരു വാഴയില ഒക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിൽ ബിരിയാണി കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വിശേഷങ്ങളാണിതൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, സൂപ്പറാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.